الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه وسلم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما الحياة الدنيا إلا متاع الغرور. قال الله عز وجل. ബഹുമാനാദരവ് നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നാം ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നാം ഏവരെയും അതിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്ന ഈ മനോഹരമായ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയാനുള്ള ആളുകളാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും. പിന്നെന്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഈ ഭൂമി ലോകത്തേക്ക് പടച്ച് അയച്ചു എന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ഒരു ലോകമുണ്ട്. ഇത് ഒരു നശ്വരമായ ലോകമാണ്. ശാശ്വതമായ ഒരു ലോകം നമുക്ക് വരാനുണ്ട്. എന്നാൽ ആ ലോകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനപ്പെടുത്തിയ രണ്ട് കടമകൾ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതിലൊന്നാമത്തേതാണ് ഈ ദുനിയാവെന്ന് പറയുന്ന ലോകം. രണ്ടാമത്തേത് നമ്മുടെ ബർസഖിയായ ഖബർ ജീവിതം. ഒന്നാമത്തെ ദുനിയാവിയായ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലോകത്ത് നമ്മൾ വിജയിക്കും. രണ്ടാമത്തെ ലോകത്ത് വിജയിച്ചു കഴിഞ്ഞാൽ അവസാനമില്ലാത്ത വീട്ടു കൊട്ടാരത്തിൽ നമ്മൾ വിജയിക്കാൻ കഴിയും. അല്ലാഹു അതിനെ പഠിച്ചു തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവിനോട് പലപ്പോഴും ദുആന്റെ അവസാനമായി നമ്മൾ പറയാറുണ്ട്, ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അവിടെയും നമ്മൾ ദുആ ചെയ്യാറുള്ളത് ആദ്യം ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാനാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ. ദുനിയാവിൽ ഹസന, റബ്ബനാ ആതിനാ റബ്ബനാ ആതിനാ ഹസനതൻ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നീ നൽകണേ. വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ. ഖബറിൽ അദാബന്നാർ, നരകത്തിന്റെ അദാബിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ എന്ന് നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറുള്ളവരാണ് ദുആന്റെ അവസാനത്തിൽ. അതുകൊണ്ട് ആ തുടക്കത്തിൽ തുടക്കമായ ദുനിയാവിൽ വിജയിക്കാനാണ് നമ്മുടെ കടമ. അവിടെ വിജയിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൊട്ടാരത്തിലും അവർ വിജയികളായി എണ്ണപ്പെടും. ഈ ലോകമെന്ന് പറയുന്നത്, ഇവിടേക്ക് വരുന്ന ഓരോ ആളുകളും ഈ ലോകം അടക്കി ഭരിക്കും എന്ന നിലയിലാണ് ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പ്രസവിച്ച് വീഴുന്ന സമയത്ത് ഈ ലോകത്ത് നിന്ന് എന്തെല്ലാം അവൻ അടക്കി ഭരിക്കും എന്നൊരു ചിന്തയോടുകൂടെയാണ് ഈ ഭൂമി ലോകത്തേക്ക് ഓരോ ആളുകളും കടന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. പ്രസവിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെ ആ കൈയിന്റെ പിടുത്തം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. وفي بثها عند الممات إشارة إلى فانظروني قد خرجت بلا شيء.
ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചെന്ന് വീഴുന്ന ഓരോ കുഞ്ഞും അവന്റെ കൈ വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇറുക്കിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് അവൻ ഈ ലോകം അവന്റെ അത്യാഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കണേ, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് അവന്റെ ഇരു കൈകളും മലർത്തിയിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അല്ലാഹുവേ, ഒന്നുമില്ലാത്തവനായി നിന്റെ ഈ ലോകത്ത് നിന്ന് നിന്നിലേക്ക് ഞാൻ വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. എന്താ നമ്മളെ കൊണ്ടുപോകാനുള്ളത്? മുഅ്മിനീങ്ങളെ, ഒരുപാട് സമ്പാദിച്ച വീടും കൊട്ടാരങ്ങളും സമ്പാദ്യങ്ങളും വാഹനങ്ങളും എന്തെല്ലാം ഇവിടെ അധ്വാനിച്ചോ അതൊക്കെ ഇവിടെ വിട്ടേച്ച് പോകേണ്ടവരാണ് നമ്മൾ ഓരോ ആളുകളും. എന്തുകൊണ്ട് നമുക്ക് ആ ഒരു ചിന്ത വന്നുകൂടാ? ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരുന്നില്ല എന്നതാണ്. اعمل لدنياك كأنك تعيش أبدا واعمل لآخرتك كأنك تموت عدا قال رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇഅ്മൽ ലിദുനിയാക കഅന്നക തഈശു അബദാ. ദുനിയാവിന് വേണ്ടി നീ പണിയെടുക്കുകയാണെങ്കിൽ, ദുനിയാവിനെ ജീവിക്കുകയാണെങ്കിൽ, നീ ദുനിയാവിന് വേണ്ടി പരിശ്രമിക്കുമ്പോ എന്നും നീ ദുനിയാവിൽ ജീവിക്കുന്നവനെ പോലെ നീ പരിശ്രമിക്കുകയും വഅമൽ ലിആഖിറതിക കഅന്നക തമൂതു അദാ. എന്നാൽ അതേ സമയം നാളെ മരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യണമെന്ന് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിൽ നിന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്? അതായത് മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ഈ ദുനിയാതായത് തനിക്കും കുടുംബത്തിനും പൊതുജനങ്ങൾക്കും വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നിട നമ്മുടെ സ്വത്തുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ സമ്പാദിച്ചോളൂ. പക്ഷേ അവസാനം നിങ്ങൾ അതെന്ത് ചെയ്യണം? നാളെ മരിക്കുന്ന ഒരു വ്യക്തി, മരിക്കുമെന്ന് അറിയുന്നതായ ഒരു വ്യക്തി, അവന്റെ ആരോഗ്യവും അവന്റെ സമ്പത്തും അവൻ ദീനിന് വേണ്ടി ചിലവഴിക്കുമല്ലോ എന്നതുപോലെ അവന്റെ ആരോഗ്യവും സമ്പത്തും അവൻ എന്ത് വേണം? ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും സുകൃതങ്ങൾ പ്രവർത്തിക്കാനും അതിനുവേണ്ടി ചെലവഴിക്കണമെന്ന് മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ട, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ മനുഷ്യനും ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് അവൻ ചിന്തിക്കണം, ഇവിടെ നമുക്ക് വളരെ കുറഞ്ഞ സമയമാണ് ഇവിടെ ഓരോ മനുഷ്യനും ജീവിക്കുന്നതെന്ന്. അദാനുൽ മർഇ ഹീന الطفل يأتي وتأخير الصلاة إلى الممات دليل أن محياه قريب كما بين الأذان إلى الصلاة. അദാനുൽ മർഇ ഹീന الطفل يأتي. ഓരോ കുട്ടിയും ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ച് വീഴുന്ന സമയത്ത് അവന്റെ വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കുന്നുണ്ട്. ആ വാങ്ങിന്റെയും ഇക്കാമത്തിന്റെയും നിസ്കാരം നടക്കുന്നത് ആ കുട്ടി വ്യക്തി മരണപ്പെടുന്ന സമയത്താണ്. ഇവിടെ ഏറ്റവും അർത്ഥമാക്കുന്ന ഒരു സംഭവമുണ്ട് മുഅ്മിനീങ്ങളെ. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മൾ ഒരുപാട് കാലം ഇവിടെ ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ. ആ ഒരു ബാങ്കിന്റെയും ഇക്കാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കാൻ എത്ര സമയമുണ്ടോ ഒരു ഫർദ് നിസ്കാരത്തിന്, അത്രമാത്രം സമയമാണ് ഈ ദുനിയാവിലെ ഞാൻ നിങ്ങളും ജീവിക്കുന്നതെന്ന ബോധം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തുകൂടാനല്ലാതെ നമുക്ക് സമയമുണ്ടാവില്ല. അതിനുവേണ്ടി തന്നെ സമയം മാറ്റിവെക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ മക്കളെയും ഭാര്യമക്കളെയും മക്കളെയൊക്കെ അവരെ പോറ്റി വളർത്തുക, അവരെ സംരക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ അതിനൊക്കെ സമയം കണ്ടെത്തിയാലും ബാക്കിയുള്ള സമയം ഇബാദത്തിനും ആരാധനയ്ക്കും വേണ്ടി അവൻ മാറ്റിവെക്കുമായിരുന്നു. എത്ര ദിവസമാണ് നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്? ഒരു മനുഷ്യൻ ശരാശരി 100 വയസ്സ് വരെ ജീവിക്കും.
ജീവിക്കുന്ന ഒരു വ്യക്തി സൂര്യവർഷപ്രകാരം 36,500 ദിവസം മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അത് 100 വയസ്സ് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ കാലത്ത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എത്ര പെട്ടെന്നുള്ള മരണങ്ങളാണ്. 40, 30, 50 വയസ്സുകളിലാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞ ആ ഒരു വയസ്സിലേക്ക് പോലും ഇന്ന് നമ്മൾ എത്തുന്നില്ല. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ, എന്റെ ഉമ്മത്തിന്റെ വയസ്സെന്ന് പറയുന്നത് 60-നും 70-നും ഇടയിലാണെന്ന് എന്ന് വെച്ചാൽ അതിന്റെ മുമ്പ് മരണപ്പെടൂല എന്നോ അതിനുശേഷം ജീവിക്കൂല എന്നോ അല്ല. അതായത് ശരാശരി മനുഷ്യന്റെ പ്രായം അതാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നത് അവന് നൽകുന്ന അല്ലാഹു നൽകുന്ന ബോണസാണ്. അതവന്റെ ഭാഗ്യമാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. ഈ ദുനിയാവിനെ കുറിച്ച് മഹാനവറുകളെ വർണ്ണിച്ച ഒരു ചരിത്രമുണ്ട്. നാം ഒന്ന് ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു ചരിത്രമാണ്. പാഠം ഉൾക്കൊള്ളേണ്ട ഒരു ചരിത്രമാണ്. ഒരു മനുഷ്യൻ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ പുറകിലൂടെ അതാ ഒരു സിംഹം അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി പുറകിലൂടെ വരികയാണ്. ആ മനുഷ്യൻ ജീവന് വേണ്ടി ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി ആ മനുഷ്യൻ അതാ ഒരു പൊട്ടക്കിണറ്റിലേക്ക് പോയി വീഴുകയാണ്. ആ വീഴുന്ന സമയത്ത് ആ മനുഷ്യനൊരു വള്ളി കെട്ടി പിടിക്കാൻ അദ്ദേഹം ആശ്വാസമായി എന്ന് കരുതി. ആ വള്ളിയാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ ദുനിയാവെന്ന് പറയുന്ന ലോകം. ചിന്തിക്കണം. ആ മനുഷ്യൻ ചിന്തിച്ചു ഈ വള്ളിയിൽ കെട്ടിയപ്പോ അതിൽ തൂങ്ങി എനിക്ക് എന്ത് ചെയ്യാം, താഴേക്ക് ഇറങ്ങാമെന്ന് ആ മനുഷ്യൻ പ്രതീക്ഷിച്ചു. പക്ഷെ അദ്ദേഹം താഴേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് തേളുകളും സർപ്പങ്ങളും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. മുകളിലോട്ട് കയറാനോ അതിനും കഴിയുന്നില്ല. മുകളിൽ സിംഹം അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതാണ് ദുനിയാവിലെ നമ്മുടെ അവസ്ഥയും. അങ്ങനെ ഈ മനുഷ്യൻ ആ വള്ളിയിൽ തൂങ്ങി പിടിച്ചു നിൽക്കുമ്പോ അദ്ദേഹം ഉറപ്പിച്ചിരിക്കുകയാണ്, മരിക്കുമെന്ന കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന്. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ, മരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നവരാണ് ഈ ദുനിയാവില്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന ആ വള്ളി 2 എലികൾ കാർന്ന് ഇങ്ങനെ തിന്നുകയാണ്. ആ സമയത്ത് മനുഷ്യൻ ചിന്തിച്ചു, എന്റെ മരണം ഉറപ്പാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഒരൊറ്റ തുള്ളി ഒന്ന് വീഴുകയാണ്. ആ തുള്ളി ഇങ്ങനെ ഒലിച്ച് അദ്ദേഹത്തിന്റെ മുഖത്തിലൂടെ ഒലിച്ച് അദ്ദേഹത്തിന്റെ വായ്ഭാഗത്തിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് അദ്ദേഹം അതൊന്ന് രുചിച്ചു നോക്കി. ആ രുചിച്ചു നോക്കിയ സമയത്ത് അത് വല്ലാത്ത മധുരമാണ്, വല്ലാത്ത ആനന്ദമാണ്. അദ്ദേഹം അതിനങ്ങ് ലയിച്ചു പോയി. ഈ ദുനിയാവിൽ നമ്മൾ നേടിയെടുക്കുന്നത് എന്തോരൽപ്പം സുഖം, നമുക്ക് എന്തോ നിഅമത്ത് അല്ലാഹു നൽകിയപ്പോ ഈ ഭൂമി ലോകത്ത് അതിന്റെ പുറകിൽ കൂടിയിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഈ മനുഷ്യന് ഒരു തുള്ളി ആസ്വദിച്ചു. വീണ്ടും അതെന്താണ്, ധാരധാരയായി മൂലിൽ നിന്നിങ്ങനെ ഒറ്റ വീഴാൻ തുടങ്ങി. അദ്ദേഹം മുകളിലോട്ട് നോക്കിയപ്പോ നല്ല തേനീച്ചക്കൂടും, അതിൽ നല്ല തേനുമുണ്ട്. ആ തേൻ മധുരമൂറുന്ന തേനാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു നിമിഷം അദ്ദേഹം അത് ആസ്വദിച്ചപ്പോ മുകളിലുള്ള സിംഹത്തെ മറന്നുപോയി, അടിയിലുള്ള പാമ്പ് തേളുകൾ അദ്ദേഹം മറന്നുപോയി. മുഅ്മിനീങ്ങളെ, ഇതല്ലേ നാം അവരുടെയും ജീവിതം എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ അല്ലാഹു നമുക്കൊരു ചെറിയ നിഅമത്ത് സമ്പാദ്യം തന്നപ്പോ നമ്മളതിൽ മറന്നുപോയി, മതം മറന്നുപോയി, ഖബർ മറന്നുപോയി, ബർസഖിയായ ജീവിതം മറന്നുപോയി. ദുനിയാവിന്റെ പളകളത്തിൽ മതിമറക്കുന്ന ഓരോ ആളുകളും ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഗൗരവപൂർവമായൊരു കാര്യമാണത്. എന്താ മുഅ്മിനീങ്ങളെ, വലിയ ഗൗരവമുള്ള കാര്യമല്ലേ? അല്ലാഹു നൽകിയ സമ്പത്ത് ചില ആളുകൾക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നറിയാതെ ദുർവിനിയോഗം നടത്തുകയാണ് ആളുകൾക്കിടയിൽ. എന്തെല്ലാം ഫേക്ക്
കാട്ടിക്കൂട്ടുന്നത്. എന്തെല്ലാം കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു കല്യാണം നടക്കുമ്പോ, ഒരു മംഗളം, ഒരു മനോഹരമായ ഒരു സദസ്സ് നടക്കുമ്പോ അല്ലാഹും മലായികത്തുകളും സന്തോഷിക്കുന്ന ഒരു മുഹൂർത്ത നിക്കാഹിന്റെ വേള നടക്കുമ്പോ അതിന്റെ മുമ്പും അതിനുശേഷവും ഹറാമിയത്തുകൾ കൊണ്ടല്ലേ നമ്മുടെ കാട്ടിക്കൂട്ടലുകൾ. സമ്പത്ത് കൂടിയാൽ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് അറിയാതെ പോകുന്ന ഒരു കാലഘട്ടം. ഹറാമായ കൂട്ടുകൂടലുകളും പരസ്പരം അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരു ബന്ധവുമില്ലാത്ത കൂട്ടുകാര് പെണ്ണിന്റെ, ചെക്കന്റെ കൂട്ടുകാര് പെണ്ണിന്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എത്ര വില കൂടിയ മിഠായികളും ആവശ്യമില്ലാത്ത പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടുമ്പോ നമ്മളൊരു സമയം അല്ലാഹുവിനെ മതിമറന്നു പോകരുത്. കാരണം ഒരുപാട് അധ്വാനിച്ചിട്ടാണ് നമുക്ക് ആ സമ്പത്ത് കിട്ടിയത്. എന്നാൽ അല്ലാഹുവിനെ നിഅമത്ത് തിരിച്ചെടുക്കാൻ ഒരു മണിക്കൂർ വേണ്ട, ഒരു മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് കൊണ്ട് എന്റെയും നിങ്ങളുടെയും ആരോഗ്യവും സമ്പത്തും അല്ലാഹുവിനെ നശിപ്പിക്കാൻ കഴിയും. അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഫഖർ നടിക്കാൻ ഞാനും നിങ്ങളും ഒരാളും പിന്നെ വരെ ആയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരു ഉറങ്ങുന്നവന്റെ ഉറക്കം പോലെയാണ്. ഒരു സ്വപ്നം മാത്രമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. അലാ ഇന്നമ ദുനിയാ കഅഹ്ലാമി നായിമീൻ വമാ ഹാലു ഐസില്ലാ യകൂനു ബിദാഇമീൻ തഅമ്മൽ ഇദാ باللمس لذتا فبقيتها هل أنت إلا كحارمي. മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾ ഉറങ്ങും ഒരുപാട് സ്വപ്നം കാണാറില്ലേ? ഒരുപാട് ആസ്വാദിക്കാറില്ലേ? ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന സ്വപ്നം കാണാറില്ലേ? അന്നപാനീയങ്ങൾ കുടിക്കുന്നത് കാണാറില്ലേ? നമ്മൾ നല്ല ടൂർ പോകുന്നതും ആസ്വദിക്കുന്നതും നമ്മൾ കാണാറില്ലേ? പക്ഷേ ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതൊരു മങ്ങിയ ഓർമ്മകളായി തീരുന്നു. അതുപോലെയാണ് മുഅ്മിനീങ്ങളെ ഈ ദുനിയാവിലെ ജീവിതവും. ഒരു നിമിഷം മാത്രം നമ്മൾ ആസ്വദിക്കുന്നു, പിന്നീട് അതെല്ലാം ഒരു ഓർമ്മകളായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയായ ലോകമെന്ന് പറയുന്നത് ഇതൊരു നശ്വരമായ, ഒരു ശാശ്വതമായ, ഒരു താൽക്കാലിക സുഖാനുഭൂതികളുടെ ലോകമാണ്. അതിന്റെ വഞ്ചനകളിൽ നിങ്ങൾ പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്കൊക്കെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ജീവിതം എന്ന് പറയുന്നത് അലാ ഇന്നമ ദുനിയാ നളാറതു ഐഖതി ഇദാ ഹററ മിൻഹാ ജാനിബുൻ ജഫ ജാനിബി. അലാ ഇന്നമ ദുനിയാ നളാറതു ഐഖതി. ദുനിയാ ഒരു മരക്കൂട്ടത്തിന്റെ ശോഭ പോലെയാണ്. അതിന്റെ ഒരു ഭാഗം പച്ച പിടിക്കുമ്പോ അതിന്റെ മറ്റൊരു ഭാഗം മുടങ്ങിപ്പോകുന്നു. അതുപോലെയാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതവും. ഇല്ലാ ഫജാഇഉ അലൈഹാ വലല്ലല്ലാതു ഇല്ലാ മസായിബു. അതൊരു വീടാണ്, അതിന് അത്യാഗ്രഹങ്ങൾ ആപത്തുകളായി മാറുന്നു, സുഖങ്ങൾ ദുരിതങ്ങളായി പരിണമിക്കുന്നു. അതുകൊണ്ട് ഫലാ തഖ്തഹിൽ ഐനാക ഫിഹാ ബിഅബ്റതി അലാ ദാഹിബിൻ മിൻഹാ ഫഇന്നാക ദാഹിബൂൻ. അതിനാൽ ഈ ദുനിയാവിൽ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഞാനും നിങ്ങളും കണ്ണീരൊഴിക്കണ്ട. കാരണം ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിലോകത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ളവരാണ്. കാട്ടിലെ മരങ്ങൾ ഒന്ന് മുളക്കുമ്പോൾ മറ്റൊന്ന്
ചുവന്ന് ഉണങ്ങുന്നത് പോലെ കുടുംബത്തിൽ ഒരു ഭാഗത്ത് ജനിക്കുന്നു, മറ്റൊരു ഭാഗത്ത് മരണം നടക്കുന്നു. ഒരിടത്ത് കല്യാണാഘോഷങ്ങൾ നടക്കുമ്പോ മറ്റൊരു ഭാഗത്ത് അടിയന്തരങ്ങൾ നടക്കുന്നു. റോഡിലൂടെ പുതുക്കപ്പെണ്ണിനെയും പുതുമാരനെയും വഹിച്ചുകൊണ്ട് മനോഹരമായ സംഗീതം പൊഴിക്കുന്ന കാറുകൾ പായുമ്പോ ഇടത് മറ്റൊരു ഭാഗത്ത് നിന്ന് മരണപ്പാച്ചിലുമായിട്ട് ആ മനുഷ്യന്റെ ജീവന്റെ വിലയും കൽപ്പിച്ചുകൊണ്ട് ആംബുലൻസുകൾ ചേറിപ്പായുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ അതിസന്തോഷങ്ങളൊക്കെ ദുരിതങ്ങളിലേക്കായി മാറുന്നു. ഒരുപാട് കാലം കെട്ടിയുണ്ടാക്കിയ വീടുകളിൽ ഒന്ന് അല്പസമയം താമസിക്കാൻ പോലും കഴിയാതെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ഹതഭാഗ്യന്മാരുണ്ട്. അല്ലാഹുവർക്കൊക്കെ മഅ്ഫിറത്ത് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നതിന്റെ കൂട്ടത്തില് ഞാനും നിങ്ങളും ഒരല്പസമയം ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കണം. തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മുഴുവൻ കാലവും നമ്മുടെ ആരോഗ്യവും അധ്വാനവും നഷ്ടപ്പെടുത്തരുത്. അല്പം സമ്പത്ത് നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അല്പസമയം നമ്മുടെ ഇബാദത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളായ മക്കളാക്കി പെരുമാറാവട്ടെ. അന്റെ പ്രസംഗം വേണ്ടി കൊണ്ടുപോവുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടിയ ആളുകൾക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പലവിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു തരണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ